തിരുവനന്തപുരം മഞ്ചൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ ഇടപെടലുമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഭദ്ര പിന്തുണയുമായി നിയമമന്ത്രി പി രാജീവ് മർദ്ദനമേറ്റ ശ്യാമലയെ സന്ദർശിച്ചു. സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ നേരിട്ടെത്തി ശ്യാമലയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കേസിലെ പ്രതിയായ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ ബാർ കൗൺസിൽ സസ്പെൻഡ് ചെയ്തൊരു നടപടി കൂടി ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതിയും കോൺഗ്രസ് അഭിഭാഷക സംഘടനാ നേതാവുമായ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് ഒളിവിലാണ്. ഇന്ന് ചേർന്ന ബാർ കൗൺസിൽ യോഗം ബെയ്ലിൻ ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സംസ്ഥാന സർക്കാരും വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടലാണ് നടത്തുന്നത്. നിയമമന്ത്രി പി രാജീവ് മർദ്ദനമേറ്റ ശ്യാമിലിയെ തിരുവനന്തപുരത്ത് സന്ദർശിച്ചു. അഭിഭാഷകർക്ക് നേരെ അഭിഭാഷകർ തന്നെ, അതും ജൂനിയർ അഭിഭാഷകർക്ക് നേരെ സീനിയർ അഭിഭാഷകരുടെ ഭാഗത്തുണ്ടാകുന്നു. ഇത് പക്ഷേ പൊതുവായ പ്രശ്നമല്ല, ഇത് പക്ഷേ വളരെ ഗൗരവമായതാണ്. പ്രത്യേകിച്ചും നേരത്തെയൊക്കെ സീനിയർ അഭിഭാഷകർ ജൂനിയർ അഭിഭാഷകർക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഗണിച്ചിട്ടാണ് ഗവൺമെൻറ് തന്നെ ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയത്. സീനിയർ അഭിഭാഷകർക്ക് നേരെ ഇത്തരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അതും ബാർ കൗൺസിലിനോട് അത് പരിശോധിക്കാനും അതിനകത്ത് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ബാർ കൗൺസിൽ പുറപ്പെടുവിക്കേണ്ടതുണ്ടോ എന്ന കാര്യം അവരോട് പരിശോധിക്കാനും ആവശ്യപ്പെടാവുന്നതാണ്. സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. പിന്നാലെ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ നേരിട്ടെത്തി ശ്യാമിലിയിൽ നിന്ന് മൊഴിയെടുത്തു. അതേസമയം പ്രതിയുടെ അറസ്റ്റ് തടഞ്ഞ ബാർ അസോസിയേഷനിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. നടന്നത് വളരെ ഒട്ടും ശരിയായിട്ടില്ല അല്ലാത്ത കാര്യമാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. പോലീസ് ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണം. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തടയുന്നതൊട്ട് ശരിയില്ല ആരായിരുന്നാലും. മർദ്ദനത്തിൽ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ശ്യാമിലി ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തി ചികിത്സ തേടി. ഇതിനിടെ ഒളിവിൽ പോയ ബെയ്ലിൻ ദാസ് മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം നടത്തുന്നതായാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.